So good morning. നമ്മൾ ഇന്ന് മാക്രോ എക്കണോമിക്സിനെ പറ്റിയാണ്. മാക്രോ എക്കണോമിക്സിലെ വേരിയസ് സബ്ജക്ട്സ് ആൻഡ് അനാലിസിസിനാണ് നമ്മൾ ഇന്ന് എംഫസൈസ് കൊടുക്കുന്നത്. അതായത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ട്സ്, അവരുടെ പ്രൊപ്പോസിഷൻസ്, അവരുടെ അനാലിസിസ്, ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ മാക്രോ എക്കണോമിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ മാക്രോ എക്കണോമിക്സ് ആസ് സച്ച് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ എടുക്കുന്നത്. അതായത് എങ്ങനെയാണ് എക്കണോമിക്സ് ഇവോൾവ് ചെയ്തത്, അതിൽ എങ്ങനെയാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും ഫോം ചെയ്തത്, പിന്നീട് മാക്രോ എക്കണോമിക്സിൽ ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്സ് എപ്രകാരമാണ് ഫോം ചെയ്തത്, അവരുടെ പ്രൊപ്പോസിഷൻസ് എന്തായിരുന്നു, ഓരോ സ്കൂൾ ഓഫ് തോട്ട്സും റെപ്രസെൻ്റ് ചെയ്തിരുന്ന തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പോസിഷൻസ്, അവരുടെ അസംഷൻസ് എന്തായിരുന്നു, അവരെങ്ങനെയാണ് എക്കണോമിക് സിസ്റ്റത്തിനെ നോക്കിക്കണ്ടിരുന്നത്, അവരുടെ അനലിറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് എക്കണോമിക് സിസ്റ്റം ഫങ്ഷൻ ചെയ്തിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് അതിന് പോളിസിയിൽ എന്ത് ഇമ്പാക്റ്റാണ് വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ വി ആർ ഡീലിംഗ് വിത്ത് the first point is we are looking into how the economy as a subject അല്ലെ എക്കണോമിക്സ് ആസ് എ സബ്ജക്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. സോ 1776 വരെ എക്കണോമിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു സബ് ബ്രാഞ്ച് മാത്രമായിരുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മാത്രം ഒരു സബ് പാർട്ട് മാത്രമായിരുന്നു എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് 1776 ആഡം സ്മിത്തിൻ്റെ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ അഥവാ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിൻ്റെ പബ്ലിഷ് ചെയ്തതിലൂടെയാണ് എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് പഠിക്കപ്പെടേണ്ട ഒരു ഡിസിപ്ലിനാണ് എക്കണോമിക്സ് എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് ഫോം ചെയ്യുകയും എക്കണോമിക്സിനെ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആയിട്ടും അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകത്തിൻ്റെ പബ്ലിഷ്മെൻറ്റിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്ത് ആഡം സ്മിത്തിനെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ പിന്നീടുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ ആയിക്കോട്ടെ, ഹൗസ് ഹോൾഡിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേഷൻ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം എക്കണോമിക് ആക്ടിവിറ്റീസിനെയും ഡിസിഷൻസിനെയും പോളിസീസിനെയും നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എക്കണോമിക്സിൽ ഒരു സബ്ജക്റ്റിന് ഒരു ക്ലാരിറ്റി ഇല്ലാതായി. നമുക്ക് എല്ലാം ഒരുമിച്ച് അനലൈസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരുമിച്ചൊരു വലിയ ബർഡൻ ആകുന്ന രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ആകുന്നു എന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് എക്കണോമിക്സ് ആസ് എ സബ്ജക്റ്റ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്നൊരു ആർഗ്യുമെൻറ്റ് വരുന്നത്. അതായത് എക്കണോമിക് സബ്ജക്റ്റിനെ നമ്മൾ കുറച്ചുകൂടെയും ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി അതിനെ മൈക്രോ എക്കണോമിക്സ് ആയിട്ടും മാക്രോ എക്കണോമിക്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യണമെന്ന് ആര് പറഞ്ഞു? റാഗ്നർ ഫ്രിഷ് പറഞ്ഞു. സോ ദ വേർഡ് ഇറ്റ് സെൽഫ് ഈസ് ക്ലിയർ. The word micro is small or minute. So micro economics എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എന്ന രണ്ട് യൂണിറ്റുകളുടെ എക്കണോമിക് ആസ്പെക്റ്റുകളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കണം. വെറാസ് മാക്രോ എക്കണോമിക്സ്, ദ വേർഡ് മാക്രോ ഇറ്റ് സെൽഫ് മീൻസ് ദ ബിഗ് ഓർ ദ ലാർജ് വൺ. സോ ലാർജ് ആസ്പെക്റ്റ് ഓഫ് ദ എക്കോണമി ഷുഡ് ബി അനലൈസ്ഡ് അണ്ടർ ദ മാക്രോ എക്കണോമിക്സ്. സോ എന്താണ് മാക്രോ എക്കണോമിക്സ് ചെയ്തത്? ഇറ്റ് ഡെൽറ്റ് വിത്ത് ദ എക്കോണമി ആസ് എ ഹോൾ. അതായത് ഒരു എക്കണോമിക് സിസ്റ്റത്തെ മൊത്തമായി അനലൈസ് ചെയ്യുന്ന സബ്ജക്റ്റാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ബട്ട് ദ ഫാക്ട് ഈസ് ദാറ്റ് ഈവൻ ബിഫോർ സച്ച് എ ഡിസ്റ്റിങ്ഷൻ, അതായത് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെയും മാക്രോ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റ് ശരിക്കും നിലനിന്നിരുന്നു. കാരണം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ എക്കോണമിക് അഫേഴ്സിനെ അനലൈസ് ചെയ്യാനും അതിനെപ്പറ്റി സ്റ്റേറ്റ്മെൻറ്റുകൾ പണ്ട് തൊട്ടേ വന്നിരുന്നു. പക്ഷേ മാക്രോ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റിന് അതിൻ്റേതായ പ്രത്യേകതകൾ നൽകണം എന്നൊരു പർട്ടിക്കുലർ എംഫസൈസ് ആദ്യമായിട്ട് നൽകിയത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. എപ്പം 1929 ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം അദ്ദേഹം എഴുതിയ ജനറൽ തിയറി എന്ന പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷനിലൂടെയാണ് മാക്രോ എക്കണോമിക്സിന് കൂടുതലൊരു എംഫസിസ് ലഭിക്കുന്നത്. സോ ബേസിക്കലി നമുക്കറിയാവുന്ന പോലെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് അതിന് എംഫസൈസ് കിട്ടിയെങ്കിലും അതിന് ഒരുപാട് എവല്യൂഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പോളിസി പ്രിസ്ക്രിപ്ഷനിൽ അതിൻ്റെ അനാലിസിസുകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ആ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദ മാക്രോ എക്കണോമിക് ഗെറ്റ്സ് ഇവോൾവ്ഡ് ഓവർ ടൈം വിത്ത് എമർജൻസ് ഓഫ് ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്സ് who used to attack the propositions and the one
വിച്ച് ഡിഫെൻഡ് ഇറ്റ് ബൈ ഇംപ്രൂവിങ്. സോ ആദ്യം നിന്നിരുന്നത് ക്ലാസിക്കൽ സ്കൂളായിരുന്നു. പക്ഷേ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്ത് ക്ലാസിക്കൽ സ്കൂൾസിന് അവരുടെ പ്രിപ്പോസിഷൻസ് കൊണ്ട് എക്കോണമിയെ റിവൈവ് ചെയ്യാൻ പറ്റാതായപ്പോൾ ആ ക്ലാസിക്കൽ സ്കൂളിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് വരുന്നത്. ആ ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ പ്രപ്പോസിഷൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ പേര് ക്ലാസിക്കൽസിനെ അറ്റാക്ക് ചെയ്തു. സോ ദ വൺ ഹൂ ഫോളോഡ് കെയ്ൻസിനെ ഫോളോ ചെയ്തവരെല്ലാം കൂടെ ചേർന്ന് കെയ്നീഷ്യൻസ് ആയി. പക്ഷേ പിന്നീട് കെയ്ൻസിൻ്റെ കാലം വന്നപ്പോഴത്തേക്കും കെയ്ൻസിൻ്റെ എക്കണോമിക്സിന് ഒരു പ്രോമിനൻസ് കിട്ടിയപ്പം 1970s സ്റ്റാഗ്ഫ്ലേഷൻ എന്നൊരു സാഹചര്യം വന്നു. അതായത് എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതാകുകയും ഇൻഫ്ലേഷൻ കൂടുകയും ചെയ്യുന്ന സാഹചര്യം, അതിനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ വരുന്നത്. ആ സ്റ്റാഗ്ഫ്ലേഷൻ്റെ സമയത്ത് കെയ്നീഷ്യൻ എക്കണോമിക്സിന് എക്കോണമിയെ റിവൈവ് ചെയ്യാൻ പറ്റാതായി. ആ സമയത്ത് പഴയ ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഫോളോവേഴ്സ് അവർ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് കെയ്ൻസിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അങ്ങനെയുള്ളവരാണ് മോണിറ്ററിസം, പിന്നെ അവിടെ വന്ന ന്യൂ ക്ലാസിക്കൽസ് ഒക്കെ. അപ്പം ഓരോ കാലഘട്ടത്തിലെയും സ്കൂൾ ഓഫ് തോട്ട്സ് അവരുടെ സപ്പോർട്ടേഴ്സും അത് കഴിഞ്ഞിട്ട് വരുന്ന സ്കൂൾ ഓഫ് തോട്ട്സിൻ്റെ സപ്പോർട്ടേഴ്സും തമ്മിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റാക്ക് ആൻഡ് കൗണ്ടർ അറ്റാക്സിലൂടെ പുതുതായി ഫോം ചെയ്തു വന്നിരുന്ന പ്രപ്പോസിഷൻസും അവരുടെ പോളിസി പ്രിസ്ക്രിപ്ഷൻസിലൂടെയാണ് മാക്രോ എക്കണോമിക്സ് ഇവോൾവ് ആയിരിക്കുന്നത്. ബട്ട് ബേസിക്കലി മാക്രോ എക്കണോമിക്സ് ആസ് എ സബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ എംഫസിസ് എപ്പോഴും ലഭിച്ചിട്ടുള്ളത് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ശേഷമാണ്. സോ ഇതിൽ നമുക്കറിയേണ്ടത് ആദ്യം മാക്രോ എക്കണോമിക്സിൻ്റെ ബിഗിനിങ് അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ഇവിടെ നോക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണ് നമുക്കറിയാവുന്നത്. സോ ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ നൽകാൻ പോകുന്നത്. സോ ദിസ് സ്കൂൾ ഓഫ് തോട്ട്, അതായത് ഈ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കെയ്നീഷ്യൻസിന് മുമ്പ് നിലനിന്നിരുന്നതാണ്. അതായത് കെയ്ൻസ് ഒരു സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐഡിയാസിനെ അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്ക് ചെയ്ത ഐഡിയയെ ഒരുമിച്ച് കെയ്ൻസ് തന്നെ വിശേഷിപ്പിച്ചിരുന്ന ഒരു നാമമാണ് ക്ലാസിക്കൽസ് എന്ന് പറയുന്നത്. സോ എനി സ്കൂൾ ഓഫ് തോട്ട്, ദ സ്കൂൾ ഓഫ് തോട്ട് ദാറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദ കെയ്നീഷ്യൻ പീരീഡിനെയാണ് നമ്മൾ ക്ലാസിക്കൽസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി എന്താണ് ഇവർ പറയുന്നത്, ദ എക്കണോമിക്സ് ആസ് സച്ച് എ സബ്ജക്റ്റ് ഫോം ചെയ്തത് മുതൽ കെയ്ൻസിൻ്റെ ജനറൽ തിയറി പുസ്തകം പബ്ലിഷ് ചെയ്ത 1936 വരെയുള്ള ടൈം പീരീഡ്, അതായത് 1776 ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് പബ്ലിഷ് ചെയ്തു, 1936 കെയ്ൻസിൻ്റെ ജനറൽ തിയറി എന്നുള്ള പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ 2 വർഷങ്ങൾക്കിടയിലുള്ള കാലഘട്ടം 1776 to 1936 ആണ് ക്ലാസിക്കൽ സ്കൂൾസിൻ്റെ ടൈം പീരീഡ് എന്ന് പറയപ്പെടുന്നത്. സോ ബട്ട് ദ ടേം ക്ലാസിക്കൽസ് എന്നൊരു ഐഡിയ ആദ്യമായിട്ട് പറഞ്ഞത് മാർക്സ് ആണ് ആദ്യമായിട്ട് ആ ഒരു പേര് കോയിൻ ചെയ്തിരുന്നത്. സോ ആ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് അവരെന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. സോ ദേ ബിലീവ്ഡ് എക്കോണമി വിൽ ഓൾവേസ് ബി ഇൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആൻഡ് എനി ഡിസ്റ്റർബൻസസ് വിൽ ബി അഡ്ജസ്റ്റഡ് വയ മാർക്കറ്റ് മെക്കാനിസം. അതായത് ഒരു എക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കും, അതായത് എപ്പോഴും ആ ഒരു എക്കോണമി സ്റ്റേബിൾ ആയിരിക്കും. ഇനി ആ സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മെക്കാനിസം. എന്താണ് മാർക്കറ്റ് മെക്കാനിസം? ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വിൽ adjust automatically whenever there is any disturbances and that market mechanism will restore the full employment equilibrium. അതായത് എക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആ ഇക്വിലിബ്രിയത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മെക്കാനിസം അതിനെ ഓട്ടോമാറ്റിക്കലി റീസ്റ്റോർ ചെയ്യും. അതാണ് നമ്മൾ ക്ലാസിക്കൽസ് ആദ്യമായിട്ട് പറഞ്ഞ പോയിന്റ്. അല്ലെങ്കിൽ ക്ലാസിക്കൽസ് റെപ്രസെൻറ്റ് എ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ മാർക്കറ്റ് മെക്കാനിസം. സോ ഇനി ക്ലാസിക്കൽസ് ഈ ഒരു ആർഗ്യുമെൻറ്റ് വെക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു അസംഷൻസ് അവർ കുറേ വെച്ചിട്ടുണ്ടാവും. സോ ദ അസംഷൻസ് ഓഫ് ക്ലാസിക്കൽസ്, അതായത് ക്ലാസിക്കൽസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയവും മാർക്കറ്റ് മെക്കാനിസത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇത് നിലനിൽക്കുന്നത് എങ്ങനെയാണ്, അതിനുള്ള ഫാക്ടേഴ്സ്, അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് അസംഷൻസ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് അസംഷൻ ഈസ് ദാറ്റ് ദ എക്കോണമി വിൽ ഓൾവേസ് ബി ഇൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്കോണമിയിലുള്ള എല്ലാ റിസോഴ്സസും, അത് ലാൻഡ് ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഈ റിസോഴ്സസ് എല്ലാം എപ്പോഴും എംപ്ലോയിഡ് ആയിരിക്കും. സോ എപ്പോഴും എംപ്ലോയിഡ് ആയിരിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തകർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു ഉയർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എല്ലായ്പ്പോഴും എല്ലാ റിസോഴ്സസും എംപ്ലോയിഡ് ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഔട്ട്പുട്ടും ഫിക്സ്ഡ് ആയിരിക്കും. സോ എന്താണ്, എല്ലായ്പ്പോഴും എല്ലാവരെയും എംപ്ലോയ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ആയിരിക്കും. അങ്ങനെ അവിടെ ഇക്വിലിബ്രിയം ആയിരിക്കും. സോ സെക്കൻഡ് അസംഷൻ എന്താണ്, എക്കോണമി ഈസ് ഇൻ ഇക്വിലിബ്രിയം ഓൾ ദ ടൈം. അതായത് റിസോഴ്സസ് എല്ലാം ഫുള്ളി എംപ്ലോയിഡ് ആണ് ഓൾ ദ ടൈം. സോ സ്വാഭാവികമായിട്ടും എക്കോണമി വിൽ ബി ഇക്വിലിബ്രിയം ഇൻ ദ ഓൾ ടൈം. സോ തേർഡ് തിങ് ഈസ് ദാറ്റ് ദ ലേസിസ് ഫെയർ അപ്രോച്ച് അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് മെക്കാനിസം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഒരു അപ്രോച്ചാണ് ദ ഇൻവിസിബിൾ ഹാൻഡ്. ആ ഇൻവിസിബിൾ ഹാൻഡാണ് എന്ത്, ഡിമാൻഡ് സപ്ലൈ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡിമാൻഡ് വന്നാൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സപ്ലൈ ഉണ്ടാകും. ആ ഡിമാൻഡും സപ്ലൈയും കൂടെ എന്താണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യും. ആ എൻഷുർ ചെയ്യുന്ന ഫാക്റ്റിനെയാണ് നമ്മൾ ലേസിസ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് മെക്കാനിസം. അവിടെ യാതൊരുവിധ ഇൻ്റർവെൻഷൻസും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൻഷനോ വേണ്ടി വരത്തില്ല. അതായത് ഇഫ് കൺസ്യൂമേഴ്സ് ഇസ് ഡിമാൻഡിങ് സംതിങ് ദെൻ പ്രൊഡ്യൂസേഴ്സ് വിൽ ബി പ്രൊഡ്യൂസിങ് ദാറ്റ് തിങ് ആൻഡ് ഇറ്റ് വിൽ ബി സപ്ലൈഡ്. സോ ദ ഡിമാൻഡ് ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് അവിടെ പ്രൊഡ്യൂസേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം എന്താണ്, അവിടെ എപ്പോഴും ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു സപ്ലൈ. സോ ദ എക്കോണമി വിൽ ബി ഇൻ ദ ഇക്വിലിബ്രിയം. Then the fourth one is the most important thing, the money is neutral. അതായത് ഇവിടെ മണി എന്ന് പറയുന്ന സാധനം, അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, ഈ ക്യാഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ന്യൂട്രൽ. അതായത് നമുക്ക് ഈ ക്യാഷ് കൊണ്ട് ജസ്റ്റ് സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ കുറേ മണി എടുത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഔട്ട്പുട്ടിനെ ചേഞ്ച് ചെയ്യാനോ എംപ്ലോയ്മെൻറ്റിനെ ചേഞ്ച് ചെയ്യാനോ പറ്റത്തില്ല. കാരണം എന്താ, ഓൾറെഡി ഈ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാണ്, അസംഷൻസ് ആണ്. കാരണം ഓൾറെഡി ഓൾ റിസോഴ്സസ് ആർ ഫുള്ളി എംപ്ലോയിഡ്, അതായത് എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടുതൽ കാശുണ്ടെങ്കിലും അവർക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ അവർ വേറൊരു ജോലിയിലേക്ക് മാറാനോ കൂടുതൽ ജോലി ചെയ്യാനോ വരുന്നില്ല. സോ മണി എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് ഔട്ട്പുട്ടിനെയോ എംപ്ലോയ്മെൻറ്റിനെയോ അഫക്റ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പറ്റത്തില്ല. അതാണ് ഫോർത്ത് അസംഷൻ. Then the fifth assumption, it is set of assumption ആണ്. ഫസ്റ്റ് തിങ് it is the perfect competition. അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി ഡിമാൻഡ് സപ്ലൈ ആണ്. അതായത് ബയറിനും സെല്ലറിനും മാച്ച് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഫ്രീ ആയിട്ടുള്ള നോളജ് ഫ്ലോ ഉണ്ട്, ഫ്രീ മാർക്കറ്റാണ്. അങ്ങനെ എന്താണ് എല്ലാ റിസോഴ്സസും ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണ്. ആ ഒരു സാഹചര്യം വരുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് തിങ് ആണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി. ഡൈക്കോട്ടമി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്, ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്ലാസിക്കൽസ് എന്ത് ചെയ്തു, മണി സെക്ടറിനെയും റിയൽ സെക്ടറിനെയും, അതായത് നോമിനൽ ആൻഡ് റിയൽ സെക്ടർ എന്നാണ് അതിനെ പറയുന്നത്. സോ മണി മാർക്കറ്റിനെയും പ്രോഡക്റ്റ് മാർക്കറ്റിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതായത് മണി മാർക്കറ്റിൽ എന്ത് ചേഞ്ച് വന്നാലും അതിന് ഈക്വലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവായിട്ടൊരു ചേഞ്ച് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ അസംഷനാണ് മണി ഈസ് ന്യൂട്രൽ. മണിക്ക് ഔട്ട്പുട്ടിനെയോ എംപ്ലോയ്മെൻറ്റിനെയോ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ മാർക്കറ്റുകൾ, മണി മാർക്കറ്റും റിയൽ മാർക്കറ്റും ഡിഫറൻ്റ് ആയിരിക്കും. സോ ദെയർ വിൽ ബി എ ഡൈക്കോട്ടമി ഓഫ് ദ മാർക്കറ്റ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് എക്സ്പ്ലെയിൻഡ് ബൈ ദ ക്ലാസിക്കൽ ഡൈക്കോട്ടമി. പിന്നെ അടുത്തൊരു അസംഷൻ തന്നെയാണ് ഫ്ലെക്സിബിൾ വേജസ് ആൻഡ് പ്രൈസസ്. അതായത് ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ചേഞ്ചസിനനുസരിച്ച് ലേബർ വേജസോ അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ പ്രൈസസിനോ വേരിയേഷൻ വരാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വരയ്ക്കുന്നു, ഇതാണ് എന്താണ് ഇവിടെ പ്രൈസും ഇവിടെ ക്വാണ്ടിറ്റിയുമാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഡിമാൻഡ്, ഇതാണ് സപ്ലൈ, ഈ ഒരു പോയിന്റിലാണ് ഇക്വിലിബ്രിയം. ഓക്കെ, സോ നമുക്കിപ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് ഇൻക്രീസ് ആയാൽ സ്വാഭാവികമായിട്ട് പ്രൈസ് ഇൻക്രീസ് ആകും, അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം ഈസ് ദ ഫാക്ട്. എന്താണ് നമ്മളിപ്പോൾ ഇവിടെ വേജ് റേറ്റ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ലേബർ ഡിമാൻഡ് ഇൻക്രീസ് ആയാൽ സ്വാഭാവികമായിട്ടും വേജ് റേറ്റും ഇൻക്രീസ് ആകും എന്നുള്ളതാണ് ഇവർ പറയുന്ന ബേസിക് ആയിട്ടുള്ള പോയിന്റ് ഓഫ് അനാലിസിസ്. അതായത് whenever there is a change in demand and supply there will be changes in wages and prices immediately. അതായത് എപ്പോഴൊക്കെയാണോ ഡിമാൻഡിനും സപ്ലൈക്കും ചേഞ്ച് വരുന്നത് ആ സമയത്ത് തന്നെ വേജസിനും പ്രൈസസിനും അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരും. അത്രയും ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ് പറയുന്നത്.
സോ നെക്സ്റ്റ് ഈസ് സേവിങ്സ് റേറ്റ് ഈസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഉയരുവാണെങ്കിൽ സേവിങ്സ് റേറ്റ് കൂടും. കാരണം എന്താണ്, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് കൂടും, അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നതും കൂടും. വേറാസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് റിലേഷൻ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ ലോൺ എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിലാണ് ലോൺ അടയ്ക്കേണ്ട നമ്മുടെ പലിശ കുറയത്തുള്ളൂ. ആ ലോൺ വെച്ചായിരിക്കും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പലിശ നിരക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മളെടുക്കുന്ന ലോണിൻ്റെ അളവ് കുറയുമായിരിക്കും. ആ കുറവാകുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റും കുറവായിരിക്കും. ദാറ്റ് ഈസ് വൈ വി ആർ സെയിങ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹാവിങ് നെഗറ്റീവ് റിലേഷൻ വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് point is that there is no money illusion as demand and supply of labor is function of real wage. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മണി ഇല്യൂഷൻ ആളുകൾക്കൊന്നുമില്ല. അതായത് ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന വേജ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാം. അതുപോലെ മാർക്കറ്റിൽ കിട്ടുന്ന ഓരോ പ്രോഡക്ട്സിൻ്റെയും പ്രൈസും കൃത്യമായിട്ട് അറിയാം. സോ അവരുടെ റിയൽ വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേജ് ഡിവൈഡഡ് ബൈ പ്രൈസ്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനം വെച്ച് നമുക്കുണ്ടാകുന്ന ചെലവിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര കിട്ടും, ആ ഒരു സാധനമാണ് നമ്മുടെ റിയൽ ഇൻകം എന്ന് പറയുന്നത്. സോ ആ ഒരു റിയൽ ഇൻകത്തെ പറ്റി ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അവബോധമുണ്ട്. അപ്പോൾ ആ അവബോധം ഉള്ളതുകൊണ്ട് തന്നെ ആളുകളെ ജസ്റ്റ് പൈസയുടെ വാല്യൂ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 1000 രൂപ വരുമാനമുണ്ട്, 100 രൂപയാണ് നമ്മളുടെ ചിലവെങ്കിൽ 1000/100 എന്ന് 1000/100 എന്ന് പറഞ്ഞാൽ 10. നമ്മുടെ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 മടങ്ങാണ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ. പക്ഷേ ഇപ്പോൾ പ്രൈസ് 20 കൂടി. പ്രൈസ് 20 കൂടുമ്പോൾ 1000 തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 കൂടി. പ്രൈസിനെ 200 ഉയർത്തി, 100-ൽ നിന്ന് 200. അപ്പോൾ 1000/200 എന്ന് പറഞ്ഞാൽ 5 മടങ്ങായി. അതായത് നമ്മുടെ കൺസംഷൻ കപ്പാസിറ്റി 5 മടങ്ങായി കുറഞ്ഞു. നേരത്തെ 10 മടങ്ങായിരുന്നു, അത് 5 മടങ്ങായി കുറഞ്ഞു. പക്ഷേ അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ലേബേഴ്സിൻ്റെ കൺസംഷൻ കപ്പാസിറ്റി കുറയുകയാണ്. സോ ആളുകൾക്ക് ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഈ പറയുന്നത്. അതായത് അവരുടെ പ്രൈസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവരുടെ വേജും അവർ ഇൻക്രീസ് ചെയ്യിക്കാൻ ശ്രമിക്കും. സോ ആസ് സച്ച് അവരുടെ കൺസംഷൻ കപ്പാസിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് നേടിയെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനുമുള്ള കഴിവുണ്ടെന്നുള്ളതാണ് പറയുന്നത്. എന്താണ് മണി ഇല്യൂഷൻ. അപ്പോൾ ജസ്റ്റ് ആളുകൾ അപ്പോഴും 1000 രൂപ ഞങ്ങൾക്ക് സാലറി ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതല്ല. അവർക്ക് മനസ്സിലായി, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ഞങ്ങളുടെ കപ്പാസിറ്റി കുറഞ്ഞു എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ ദി ലാസ്റ്റ് വൺ ഈസ് ക്ലോസ്ഡ് എക്കോണമി. അതായത് ജസ്റ്റ് ഇവിടെ ഹൗസ് ഹോൾഡും ഫേംസും മാത്രമേ ഉള്ളൂ. ഈ ഒരു എക്കോണമിക് സിസ്റ്റത്തിൽ നമുക്ക് ഗവൺമെൻറ് ഇല്ല, നമുക്ക് ഫോറിൻ ട്രേഡിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ സെക്ടറും ഇല്ല. ജസ്റ്റ് ഉള്ളത് കൺസ്യൂമേഴ്സും ഇൻവെസ്റ്റേഴ്സും മാത്രമാണ് ഈ എക്കോണമിക് സ്ട്രക്ചറിൽ ഉള്ളതെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നുള്ള അതായത് ക്ലോസ്ഡ് എക്കോണമിയാണ് നമ്മൾ ഇവിടെ നേടുന്നത്. സോ ഹിയർ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ ഇക്വിലിബ്രിയം ആസ്പെക്റ്റ്. അതായത് ഒരു എക്കോണമിയിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം, ഈ ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയം എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. സോ എക്കോണമി മെയിൻറ്റെയിൻ ഇറ്റ്സ് ഇക്വിലിബ്രിയം വയ ഒപ്റ്റിമൈസിങ് പവർ ഓഫ് മാർക്കറ്റ് ഫോഴ്സസ്. നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയുമാണ്. നമ്മൾ പഠിച്ച പോലെ ഇവിടെ വരയ്ക്കുന്നു, ഇത് ഡിമാൻഡ്, ഇത് സപ്ലൈ ആണ്. ഈ രണ്ട് ഫോഴ്സസിൻ്റെ ഇൻട്രാക്ട് ചെയ്ത് വരുന്ന പോയിൻ്റ് ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിൻ്റ്. സോ വെനെവർ ദർ ഈസ് എനി ചേഞ്ച് ഇൻ ദ ഡിമാൻഡ് ഓർ സപ്ലൈ, ഇപ്പോൾ സപ്പോസ് ഡിമാൻഡ് ഇവിടേക്ക് ഉയർന്നു, ഇതാണ് പുതിയ ഡിമാൻഡ് എങ്കിൽ എന്ത് സംഭവിക്കും, സപ്ലൈ വിൽ ഓൾസോ ചേഞ്ച് ടു ദ പോയിൻ്റ്, സപ്ലൈയും ഇൻക്രീസ് ആയി താഴേക്ക് വരുന്നു ആൻഡ് ദ ഇക്വിലിബ്രിയം വിൽ ബി മെയിൻറ്റെയിൻഡ് അറ്റ് ദ സെയിം ലെവൽ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഒരു മാർക്കറ്റ് ഫോഴ്സസ് തന്നെ സ്വന്തമായിട്ട് റീഫോഴ്സ് ചെയ്ത് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തോളും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മനസ്സിലായല്ലോ? സോ എനി ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ക്രിയേറ്റ്സ് ഹാവക് ഇൻ ദ സിസ്റ്റം. അപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഓട്ടോമാറ്റിക്കലി അവർ ഡിമാൻഡിനെയോ സപ്ലൈയോ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്, ഒരു ഡിസ്റ്റർബൻസ് ഒരിക്കലും മാറത്തില്ല, എപ്പോഴും ആ ഡിസ്റ്റർബൻസ് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും ഇവർ പറയുന്നത്
എന്താണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓൾ റിസോഴ്സസ് ആർ ഫുള്ളി എംപ്ലോയിഡ്, അതായത് എല്ലാ റിസോഴ്സസും എംപ്ലോയിഡ് ആണ്. സോ ദ ഔട്ട്പുട്ട് ലെവൽ വിൽ റിമൈൻ ദ സെയിം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കാരണം എല്ലാ റിസോഴ്സസും പ്രൊഡ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന മാക്സിമം ഔട്ട്പുട്ടാണ് ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കുന്നത്. ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻ. ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് സപ്ലൈ എന്നും പറയുന്നത്. സോ നമുക്കറിയാവുന്ന പോലെ ഡിമാൻഡ് ഇവിടെയാണ്, ഈ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് വന്നിരുന്നത്. സോ സപ്പോസ് ഇതാണ് നമ്മളുടെ സപ്ലൈ എന്ന് പറയുന്നത്, ഇവിടെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഈ ഒരു പോയിൻ്റാണ് നമ്മളെന്ത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ എന്ത് ചേഞ്ച് വന്നാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് പോയി ഇതാണ് ഡിമാൻഡ് 1. അപ്പോൾ ഈ പോയിന്റിലായിരിക്കണം ഇക്വിലിബ്രിയം വരേണ്ടത്. പക്ഷേ ഓൾറെഡി ഇതാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റ് എങ്കിൽ സ്വാഭാവികമായിട്ടും നാച്ചുറലി എന്ത് പ്രൈസസിൻ്റെ ചേഞ്ചസ് കൊണ്ടോ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചേഞ്ചസ് കൊണ്ടോ ഈ ഡിമാൻഡ് ഇവിടെ തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് പറയുന്നത്. സോ എനി ചേഞ്ചസ് ഇൻ ഡിമാൻഡ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് ചേഞ്ച് ഇൻ സപ്ലൈ, അതായത് സപ്ലൈ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് വരുമ്പം ഈ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിന് ചേഞ്ച് വരത്തില്ല, ഓൺലി ചേഞ്ച് വിൽ ഹാപ്പൻ ഇൻ ദ പ്രൈസ് ലെവൽ. അങ്ങനെയാണ് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സിംപ്ലി ഇത്രയേ ഉള്ളൂ. ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഔട്ട്പുട്ട് ലെവൽ കോൺസ്റ്റൻ്റ് ആണ്, സ്റ്റേബിൾ ആണ്. സോ എന്ത് ചേഞ്ചസ് വന്നാലും അവിടെ എന്താണ് പ്രൈസ് ലെവലിന് മാത്രമേ ചേഞ്ച് വരുത്തുള്ളൂ എന്നുള്ളതാണ് ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഗവൺമെൻറ് എന്തെങ്കിലും തരത്തിൽ ഇൻ്റർവീൻ ചെയ്യാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ കുഴപ്പമാകത്തേ ഉള്ളൂ, പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് പറയുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആക്ച്വലി ക്ലാസിക്കൽ സ്കൂൾ റെപ്രസെൻറ്റ്, അതായത് ക്ലാസിക്കൽ സ്കൂൾസ് എന്ന് പറയുന്നവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ. അതായത് ക്ലാസിക്കൽ എക്കോണമിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്, അതായത് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ എന്തായിരിക്കും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്, എന്തായിരിക്കും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് അതെങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. അതായത് നമുക്കറിയാവുന്ന പോലെ ലേബർ മാർക്കറ്റിൽ ലേബറിനെ സപ്ലൈ ചെയ്യുന്നത് ആളുകളായിരിക്കും, ലേബറിനെ ഡിമാൻഡ് ചെയ്യുന്നത് കമ്പനികൾ അഥവാ ഫേംസ് ആയിരിക്കും. സോ ആ ഫേംസും ലേബേഴ്സും എങ്ങനെ അവരുടെ ഡിമാൻഡ് സപ്ലൈ മാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നോക്കുന്നത്. ആൻഡ് ഫൈനൽ വൺ ഈസ് ദ സെയിൽസ് ലോ ഓഫ് ദ മാർക്കറ്റ്. അതായത് ഈ സെയിൽസ് ലോ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ഏതിലാണ്? ഈ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റിലാണ്. അപ്പം ഈ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് എന്താണ് പറയുന്നത്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അത് ക്ലാസിക്കൽ സ്കൂൾസിൻ്റെ ഹോൾ പ്രൊപ്പോസിഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ പാർട്ട് 1. താങ്ക് യു. സോ ഇതുവരെ നമ്മൾ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സിലെ മേജർ പില്ലേഴ്സ് അല്ലെ അവരുടെ മേജർ പ്രിപ്പോസിഷൻസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ടോപ്പിക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയുള്ള MCQs നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് തിങ്, ഹൂ ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ 2 ഡിസ്റ്റിങ്ക്റ്റീവ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് ആരായിരുന്നു? നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ആൻസർ ഡി, റാഗ്നർ ഫ്രിഷ്. സോ റാഗ്നർ ഫ്രിഷ് ആണ് എന്ത് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും എക്കണോമിക്സിനെ ഡിവൈഡ് ചെയ്തത്. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാക്രോ എക്കണോമിക്സ് പ്രൈമർലി ഡീൽസ് വിത്ത്. മാക്രോ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്, അല്ലെ എന്തിനെ പറ്റിയാണ് പ്രതിപാദിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞു ആ വേർഡിൽ തന്നെയുണ്ട്, മാക്രോ മീൻസ് ബിഗ് ഓർ ദ ലാർജ്. അപ്പോൾ ഇവിടെ ലാർജ് എന്നൊരു ഐഡിയ വരുന്നത് ഏതാണ്? ദ എക്കോണമി ആസ് എ ഹോൾ എന്നുള്ളതാണ് വരുന്നത്. ശ്രദ്ധിക്കുക, മാക്രോ എക്കണോമിക്സ് ഈസ് ഡീലിംഗ് വിത്ത് ദ എക്കോണമി ആസ് എ ഹോൾ, വേറെ മൈക്രോ എക്കണോമിക്സ് ഈസ് ഡീലിംഗ് വിത്ത് ദ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. സോ ദ ആൻസർ ഈസ് സി, ദ എക്കോണമി ആസ് എ ഹോൾ. ദ ക്വസ്റ്റ്യൻ, who gave particular emphasis to macroeconomics? മാക്രോ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന് അതിൻ്റേതായിട്ടൊരു പ്രത്യേകത ആരാണ് ആദ്യമായിട്ട് നൽകുന്നത്, അല്ലെങ്കിൽ ആരാണ് മാക്രോ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റിന് കൂടുതൽ ഫോക്കസ് നൽകിയത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം വന്ന ജനറൽ തിയറി എന്ന പുസ്തകത്തിലൂടെ ആരാണ് ജനറൽ തിയറിയുടെ കർത്താവ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ് അഥവാ JM കെയ്ൻസ് ആണ് മാക്രോ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന് ആദ്യമായിട്ടൊരു ഫോക്കസ് കൊടുത്തത്. സോ next question,
ദ മാക്രോ എക്കണോമിക്സ് ഇവോൾവ് ഓവർ ടൈം ഡ്യൂ ടു. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഓപ്ഷൻ നമ്മൾ പറഞ്ഞു, ഓരോ സ്കൂളുകളും അതിന് പിന്നാലെ വന്ന സ്കൂളുകളും പരസ്പരം അറ്റാക്ക് ചെയ്തും കൗണ്ടർ അറ്റാക്ക് ചെയ്തുമാണ് ഈ ഒരു മാക്രോ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ഇവോൾവ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്സ് challenging and defending the proposition. So the option A is the right answer. Now, when did a considerable treatment for macroeconomics begin? അതായത് മാക്രോ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിന് കൂടുതൽ പ്രാമുഖ്യം എന്നു മുതലാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ഓപ്ഷൻസ് ഈസ് വേൾഡ് വാർ II ശേഷം, റെനൈസൻസിൻ്റെ സമയത്ത്, ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ആൻഡ് ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. സോ നമ്മൾ പറഞ്ഞു 1929 ഡിപ്രഷന് ശേഷം ആണ് ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ പുസ്തകം വരുന്നത്. സോ ആ പുസ്തകത്തിൽ ദ ജനറൽ തിയറി എന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് ഗ്രേറ്റ് ഡിപ്രഷനിൽ എങ്ങനെ എക്കോണമിയെ റിവോൾവ് ചെയ്യാം അല്ലെങ്കിൽ റിവൈവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. സോ ദ ആൻസർ ഈസ് ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് വിച്ച് പീരീഡ്? അതായത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ കരുതപ്പെടുന്ന കാലഘട്ടം, അതായത് അവർ എന്ന് മുതൽ എന്ന് വരെയായിരുന്നു നിലനിന്നിരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഏതായിരുന്നു ആ കാലഘട്ടം എന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞു ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് മുതൽ ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ ജനറൽ തിയറി വരെയുള്ള കാലഘട്ടമായിരുന്നു എന്ത് ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. സോ ആഡം സ്മിത്തിൻ്റെ പുസ്തകമായ വെൽത്ത് ഓഫ് നേഷൻസ് പബ്ലിഷ് ചെയ്തത് 1776, ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തത് 1936. ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ പുസ്തകം ദ ജനറൽ തിയറി അത് 1936 പബ്ലിഷ് ചെയ്തത്. സോ ദ ക്ലാസിക്കൽ ടൈം പീരീഡ് സ്റ്റാർട്ടഡ് ഫ്രം ആഡം സ്മിത്ത് ആൻഡ് എൻഡഡ് ബൈ Keynes. So the answer will be 1776 to 1936. So next, who coined the term classicals? Classicals എന്ന പദം അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ആദ്യമായി കോയിൻ ചെയ്തത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കെയ്ൻസ് ആ ഒരു ഗ്രൂപ്പിനെ ക്ലാസിക്കൽസ് എന്ന് വിളിച്ചിരുന്നു. പക്ഷേ ക്ലാസിക്കൽസ് എന്ന പോയിന്റ് ചെയ്ത് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? കാൾ മാർക്സ് ആണ് പറഞ്ഞത്. സോ അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ സ്കൂൾ ദ എക്കോണമി ഈസ് ഓൾവേസ് ഇൻ, അതായത് ക്ലാസിക്കൽസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്കോണമി ഏത് സാഹചര്യത്തിലായിരിക്കും എപ്പോഴും, അതായത് ഏതൊരു സാഹചര്യമാണ് എക്കോണമി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്ലാസിക്കൽസിൻ്റെ പ്രൊപ്പോസിഷൻ. എന്തായിരുന്നു? ഇറ്റ് ഈസ് നത്തിങ് എൽസ് ദാൻ ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ഡി. So the assumption that money only serves as a medium of exchange and cannot impact real variable is referred to as, അതായത് നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അസംഷനാണ് എന്ത്? മണി എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, അതിന് ജസ്റ്റ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നൊരൊറ്റ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. റിയൽ വേരിയബിൾസ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും അത് അഫക്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സോ അത് എന്താണ് ആ മണിയുടെ ഫീച്ചർ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ലെസ് ദാൻ മണി ഈസ് ന്യൂട്രൽ. അതായത് മണി എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, അതിന് റിയൽ സെക്ടറിലോ അഫക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് മാർക്കറ്റ് മെക്കാനിസം ഡിഡ് ക്ലാസിക്കൽ സ്കൂൾ ബിലീവ് ഇൻ? അതായത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ബിലീവ് ചെയ്തിരുന്ന എക്കണോമിക് സിസ്റ്റം എന്ത് മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന പേര് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. സോ ആസ് വി ഹാവ് സെഡ്, അവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ല, അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. സോ ഇവിടെ ഒലിഗോപ്പൊളി നിന്ന് മൊണോപ്പൊളി എന്നുണ്ട്, പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് ആ എക്കണോമിക് സിസ്റ്റം എന്നുള്ളത്. സോ ഗവൺമെൻറ് ഇൻ്റർവെൻഷനും ഇല്ല. സോ ദ ആൻസർ വിൽ ബി ദ ലേസസ് ഫെയർ ഓർ ദ ഫ്രീ മാർക്കറ്റ് മെക്കാനിസം. Then according to the classical school the demand and supply of labor is a function of, അതായത് ലേബർ അയാളുടെ ലേബർ സപ്ലൈ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫേം ലേബറിനെ ഹയർ ചെയ്യണമെന്നോ എടുക്കുന്ന ഡിസിഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ഓപ്ഷൻസ് ഈസ് മണി വേജ്, റിയൽ വേജ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്കറിയാവുന്ന പോലെ എന്താണ് ക്ലാസിക്കൽസ് പറഞ്ഞിട്ടുണ്ട്? മണി ഇല്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ ലേബറിനും ഓരോ ഫേമിനും അവരുടെ റിയൽ വേജ് എത്രയാണെന്നറിയാം. സോ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ഈസ് എ ഫങ്ഷൻ ഓഫ് വാട്ട് ഈസ് കോൾഡ് ദ റിയൽ വേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ ദ ക്ലാസിക്കൽ വ്യൂ ആസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ സേവിങ്സ് റേറ്റ്? അതായത് നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് ഉയരുകയാണ്, എക്കണോമിക് സിസ്റ്റത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉയരുകയാണെങ്കിൽ ആ എക്കോണമിയിൽ സേവിങ്സിന് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞ അസംഷനിൽ എന്താണുള്ളത്? സേവിങ്സ് ഈസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ നെഗറ്റീവ് ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ പോസിറ്റീവ് ഫംഗ്ഷൻ ആകുമ്പം ഒന്ന് കൂടിയാൽ മറ്റതും കൂടും. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ദ സേവിങ്സ് വിൽ
increases. So next thing, according to classical school the economy was, അതായത് എക്കോണമിയുടെ സ്ട്രക്ചർ എന്തായിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതായത് എക്കോണമി എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോം എന്നുള്ളതിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം, ഓപ്പൺ എക്കോണമി വിത്ത് ഫോറിൻ ട്രേഡ്, അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഡിപ്പെൻഡൻറ്റ് സോൾലി ഓൺ ഫോറിൻ ട്രേഡ് മാത്രമാണ് ക്ലാസിക്കൽ എക്കോണമി എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി ട്രേഡേ ഇല്ലാത്തതാണെന്നും പറയുന്നില്ല. സോ ദ ആൻസർ ഈസ് എ ക്ലോസ്ഡ് എക്കോണമി വിത്തൗട്ട് ഫോറിൻ ട്രേഡ്. അതായത് അവിടെ കൺസ്യൂമേഴ്സും ഫേം, അതായത് ഫേമും ഹൗസ് ഹോൾഡും മാത്രമേ ഉള്ളൂ ക്ലാസിക്കൽ എക്കോണമിയിൽ. Now, what impact does government intervention have on the economy according to the classical school? അതായത് ക്ലാസിക്കൽസ് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ എക്കോണമി ഇക്വിലിബ്രിയത്തിലേക്കാകും. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ക്ലാസിക്കൽസ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇല്ലാതെ സുഗമമായിട്ട് പോവുകയാണെങ്കിൽ ഗവൺമെൻറ് ഉണ്ടായാൽ അത് നശിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. സോ ദ ആൻസർ ഈസ് ഇറ്റ് കോസസ് ഹാവോക്ക് ഇൻ ദ സിസ്റ്റം. അങ്ങനെയാണ് ക്ലാസിക്കൽസ് പറഞ്ഞിരിക്കുക. കാരണം മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെ മാർക്കറ്റ് മെക്കാനിസം ഇറ്റ് സെൽഫ് എൻഷുവേഴ്സ് ഇക്വിലിബ്രിയം. സോ എനി ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ക്രിയേറ്റ്സ് ഹാവോക്ക്. സോ അടുത്ത ചോദ്യം, വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്, അതായത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു പില്ലർ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 3 എണ്ണമാണ് പില്ലേഴ്സ് പറഞ്ഞത്. ഒന്ന് ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ, 2 ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം, 3 എന്തായിരുന്നു? സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. ദെൻ അണ്ടർ ദ ക്ലാസിക്കൽ വ്യൂ വിച്ച് ഫോം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്, അതായത് ക്ലാസിക്കൽ വ്യൂ പോയിൻറ്റിൽ ഏത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് നിലനിൽക്കാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദ ആൻസർ വിൽ ബി ഇറ്റ്സ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് എന്തുകൊണ്ട് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് ഇല്ല എന്നാണ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് എന്താണ്, ഒരാൾ അല്ലെങ്കിൽ ഒരു ലേബർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോഴ്സ് ഒരു പർട്ടിക്കുലർ എക്കണോമിക് ആക്ടിവിറ്റിയിൽ നിന്ന് പിൻവാങ്ങി അടുത്തൊരു എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ക്ലാസിക്കൽ എക്കോണമിയിൽ എപ്പോഴും എല്ലാ റിസോഴ്സസും കംപ്ലീറ്റ്ലി എംപ്ലോയിഡ് ആയിരിക്കും. ദർ ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, സോ ദർ വിൽ ബി നോ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് എ കണ്ടീഷൻ ഇൻ ദ ക്ലാസിക്കൽ എക്കോണമി? ക്ലാസിക്കൽ എക്കോണമിയിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഗവൺമെൻറ് കൺട്രോൾ പ്രൈസ്, ഗവൺമെൻറ്റേ ഇല്ലാത്ത എക്കോണമിയിൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന പ്രൈസ് ഇല്ല. മണി ഇല്യൂഷൻ, ആളുകൾക്ക് യാതൊരുവിധ മണി ഇല്യൂഷനും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അസംഷൻ. ദെൻ ദർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അവിടെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ല. സോ ദ ആൻസർ വിൽ ബി ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ വേജസ് ആൻഡ് പ്രൈസസ്. നൗ according to the classical school, when the interest rate increases, what happens to investment? നമ്മൾ പറഞ്ഞു interest rate is a savings is a positive function of interest rate and investment is a negative function of interest rate. So interest rate increase ചെയ്താൽ the investment will decrease. Now the idea that production creates its own demand, അതായത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിന് അതിൻ്റേതായ ഡിമാൻഡ് തന്നെ ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ പേര് എന്തായിരുന്നു? ഇറ്റ് ഈസ് നത്തിങ് ലെസ് ദാൻ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ക്ലാസിക്കൽ വ്യൂ ഓഫ് മണി? ക്ലാസിക്കൽസിൻ്റെ കാഴ്ചപ്പാടിൽ മണി എന്തായിരുന്നു എന്നാണ് അവർ പറയുന്നത്. So the question, the answer will be the money can influence output and employment, option 1. Option 2 എന്ന് പറയുന്നത് money is only a medium of exchange without affecting real variables. Then money is the root of inflation. Fourth option, money can only be printed by government intervention. അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്? money is neutral, so it cannot affect the real variables, so money is only a medium of exchange. So option B is the answer. The classical view of money എന്ന് പറയുന്നത് money is neutral, there is money neutrality in the economy. Then അടുത്ത ചോദ്യം കണ്ടോ, ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, റാഗ്നർ ഫ്രിഷ് വാസ് റെസ്പോൺസിബിൾ ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. ശരിയാണ്, നമ്മൾ പഠിച്ചു മൈക്രോ മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഡിവിഷൻ കൊണ്ടുവന്നത് റാഗ്നർ ഫ്രിഷ് ആണ്. സോ that is first point. Then second point, macroeconomics primarily focuses on individual firm behavior. ആണോ? നമ്മൾ പറഞ്ഞു വേർഡ് മാക്രോ ഇറ്റ് സെൽഫ് മീൻസ് ബിഗ്. സോ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണോ? അല്ല. സോ ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. Then macroeconomics become a prominent field of study mainly after J.M. Keynes emphasized its importance. ശരിയാണ്, J.M. കെയ്ൻസിൻ്റെ
വരവോടുകൂടിയാണ് മാക്രോ എക്കണോമിക്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കിട്ടിയത്. സോ ദ ഓൺലി റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് it is focusing on the individual behavior. That is a wrong thing. Then second question, അടുത്തത് incorrect in statement അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. The classical school of economics believed the economy could be in states other than full employment. അതായത് ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്നത് എക്കോണമിക്ക് ഫുൾ എംപ്ലോയ്മെൻ്റ് അല്ലാത്ത മറ്റ് സ്റ്റേറ്റുകളിൽ നിൽക്കാൻ സാധ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. രണ്ട്, ദ ടേം ക്ലാസിക്കൽസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് ആണ് ക്ലാസിക്കൽസ് എന്നുള്ള പദം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ല, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു കാൾ മാർക്സ് ആണ്. ദ ക്ലാസിക്കൽ സ്കൂൾ അസ്യൂംഡ് ദാറ്റ് ഫ്രിക്ഷണൽ ആൻഡ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് വെയർ പ്രിവലൻറ്റ്. അതായത് ക്ലാസിക്കൽ സ്കൂൾസ് പറയുന്നു ഫ്രിക്ഷണലും വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റും നിലനിൽക്കുമെന്നുള്ളത്. തെറ്റാണ്. യാതൊരു തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റും ഇല്ല. ദ ക്ലാസിക്കൽ സ്കൂൾ അഡ്വക്കേറ്റഡ് ഫോർ സ്ട്രോങ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ്സ് ടു മെയിൻറ്റെയിൻ എക്കണോമിക് സ്റ്റെബിലിറ്റി. എക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണമെന്ന് ക്ലാസിക്കൽസ് പറഞ്ഞു. ഒരിക്കലുമില്ല. ക്ലാസിക്കൽസ് ഓൾവേസ് അഡ്വക്കേറ്റഡ് ഫോർ ദ ഫ്രീ എക്കോണമി. സോ ദ ആൻസർ ഈസ് സിമ്പിൾ. എവറിത്തിങ് ഈസ് റോങ്. സോ ഓൾ ഓഫ് ദ എബോവ്. Then find the incorrect statement. In the classical viewpoint, money had the power to influence real variables like output and employment. അതായത് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ പറയുന്നു എന്താണ്, നമുക്ക് മണി ഉണ്ടെങ്കിൽ അതിനെ റിയൽ വേരിയബിൾസ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും അഫക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ബിക്കോസ് മണി ഈസ് ന്യൂട്രൽ. Then second point, classical school believed in the existence of perfect competition and a clear distinction between real and monetary sector. അതായത് ക്ലാസിക്കൽസിൻ്റെ അസംഷൻ ആണ് എന്ത്, പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ റിയൽ ആൻഡ് മോണിറ്ററി സെക്ടറും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളതും. ശരിയാണോ? ശരിയാണ്. Then according to the classical school, the savings rate has a negative relation with the interest rate. സേവിങ്സ് റേറ്റിന് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നു. അല്ല, തെറ്റാണ്. ഇറ്റ് ഈസ് a positive relation exists between the interest rate and savings rate. So the incorrect statements are the first one and the third one. So the option will be A, 1 and 3. Find the correct statement or the statement from below. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ദ ക്ലാസിക്കൽ സ്കൂൾ അസ്യൂംഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഓപ്പൺ എക്കോണമി വിത്ത് എക്സ്റ്റെൻസീവ് ഫോറിൻ ട്രേഡ്. അതായത് ക്ലാസിക്കൽ സ്കൂൾസ് പറയുന്നത് എക്കോണമി എന്ന് പറയുന്നത് ഓപ്പൺ എക്കോണമിയാണ്, അവിടെ ഫോറിൻ ട്രേഡ് ഉണ്ടാകുമെന്ന്. ആണോ? അല്ല. ക്ലാസിക്കൽസ് പറയുന്നത് അവിടെ ക്ലോസ്ഡ് എക്കോണമിയാണ്, അവിടെ ഫോറിൻ ട്രേഡ് ഇല്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ഡിപ്പെൻഡഡ് ഹെവിലി ഓൺ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് വിച്ച് മീൻസ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അല്ലേ? ക്ലാസിക്കൽസിൻ്റെ മേജർ പില്ലറാണ് സെയ്സ് ലോ ഓഫ് ഡിമാൻഡ്. തേർഡ് one of the core pillars of the classical school of thought is foreign trade equilibrium. Foreign trade ne pattiye classical school deal cheyyunnilla. So that statement will also be wrong. So the only statement which is correct is statement 2, that is the Say's law of market. Thank you.